മഴ തുടങ്ങി ഇത്ര നേരം മഴയില്ലായിരുന്നു. മഴ തുടങ്ങി. മുഴുവൻ മഞ്ഞാണല്ലോ, നോക്കിയുണ്ടോ? ഡിക്കി അതെ, ബാഗ് വെറുതെ എടുത്ത്. പക്ഷെ അതിനകത്ത് ഫുഡ് ഇരിപ്പില്ലേ? മുഴുവൻ തേയിലത്തോട്ടമായതുകൊണ്ടേ ചായ കുടിക്കാം. വാ, കടന്നു വരൂ. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ നടന്ന് ഇത് കണ്ടോ? മേളിൽ കല്ലെന്നാന്നറിയോ അവിടുത്തെ? കല്ലറ കണ്ടോ? അതെന്നെടുത്തേ, അതിലെടുക്ക്. അല്ല വേണ്ട, അത് ശ്മശാനം എന്ന് പറയാം, ശ്മശാനം. അതുണ്ട്. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് അതുകൊണ്ട് ഇങ്ങോട്ടാ. ഇതേടാ, മേളിൽ നിന്ന് എടുക്കണം, ഇതിൽ കിട്ടത്തില്ല. എടുക്കട്ടെ. ഒരു കുളമാണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. തികച്ചും ഒറ്റപ്പെട്ടൊരു സ്ഥലം, പക്ഷെ കാണാനായിട്ട് നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. നമുക്ക് ആ കുളത്തിൽ പോയിട്ട് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. വെള്ളമില്ല, മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ല ഒരു ഭംഗിയായിരിക്കും. നമുക്ക് മഴക്കാലത്ത് ഒരു വരവോടെ വരേണ്ടി വരും, കാരണം നമ്മൾ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് വേണ്ടി ഒന്ന് വന്നാൽ ഇപ്പോഴും. കുളം, വെള്ളമില്ല. ഇവിടെ നിന്നാണ് വെള്ളം നിറഞ്ഞ് ഈ കാണുന്ന. അപ്പോൾ നമ്മൾ ചാർലി പുലിമലയിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ലാസ്റ്റ് തേണ്ട ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ നടക്കണം. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ചുറ്റിനും നോക്കിയാൽ തേയിലത്തോട്ടം, അതിൻ്റെ നടുക്ക് ചെറിയൊരു നടപ്പാത, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. വേറെ പുറത്തുനിന്ന് വേറെ ശല്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരു സൈലൻ്റാണ് ഇവിടെ. പിന്നെ തേയിലത്തോട്ടങ്ങളുമായതുകൊണ്ട് നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി അവിടെയൊക്കെ പോയി നല്ല ഭംഗിയായിരിക്കും അല്ലേ? തേയില വഴിയുണ്ടെന്ന് തോന്നുന്നു. കണ്ട, ഇല വഴിച്ചാൽ എൻ്റെ വരെ നമുക്ക് പോകാൻ പറ്റും, പക്ഷെ പോകുന്ന അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു. അപ്പോൾ പറയ്, എന്താണ് നമ്മുടെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത്? വളരെ തിരക്കൊന്നുമില്ല, തിരക്കും ബഹളമൊന്നുമില്ല, നല്ലൊരു സമാധാനമുള്ളൊരു സ്ഥലം, അടിപൊളി. ഒരു ബഹളമില്ല, ഒന്നുമില്ല. അതെ അതെ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കാരണം വേറെ വണ്ടികളൊന്നും കയറ്റി വിടുന്നുമില്ല, അങ്ങനത്തെ വേറെ ശല്യങ്ങളൊന്നുമില്ല. വാഹനങ്ങൾ കയറി വരാത്ത തന്നെയാണ്. അതെ അതെ, ഓണടിയില്ല. കൊള്ളാം. എന്നാ മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടോ? മഞ്ഞ് ദൂരേന്ന് മഞ്ഞ് ഇറങ്ങി അവിടെയൊക്കെ ഒരു വീടുണ്ട് കേട്ടോ, അതിനകത്ത് പച്ചപ്പ് കാണുന്നുണ്ട്. ഉണ്ടോ? ഏതാ വഴി കണ്ടോ? താഴെ കൂടി ആ 2 ചാലുണ്ടോ, വഴിച്ചാലുണ്ടോ? അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റും, താഴെ ഇറങ്ങാൻ പറ്റുമായിരിക്കും.
ക്യാമറമാൻ ടിറ്റോമനോടൊപ്പം ഗിരീഷ് മിത്ര ഏറ്റുവന്നു. മിത്രാസ് മീഡിയ. മഞ്ഞില്ല, കുറച്ചുകൂടെ മഞ്ഞുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. എന്നാലും നല്ല കാലാവസ്ഥയാണ്, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയായിപ്പോൾ. അപ്പോൾ മഴയ്ക്ക് ശേഷം നമ്മളിങ്ങനെ വന്നുകൊണ്ട് നമ്മൾ വന്ന വഴിയെല്ലാം മഴയായിരുന്നു. കോട്ടൂരി മാറ്റാനേ പറ്റിയില്ല, ആ സമയം അത്രയും മഴയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കരുതി ഇവിടെ വരെ മഴയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയുണ്ട്. കണ്ടോ, ഇവിടെ എന്ത് കൃഷിയൊക്കെ? ഇത് മറ്റേ ഏലമാണ്, ഏലക്കൃഷിയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ മുഴുവൻ തേയിലത്തോട്ടം. തേയില ഇങ്ങനെ മഴ പെയ്ത് തളുത്ത് നിൽക്കുമല്ലോ, വെള്ളം. തേയില ഇങ്ങനെ മഴയത്ത്, മഴയില്ല എന്നിരുന്നാൽ ചെറിയ മഞ്ഞിൻ്റെ കണങ്ങളൊക്കെ അതിനകത്ത് വീണ് കിടക്കുന്നുണ്ട്. താത്തൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇങ്ങോട്ടും മഞ്ഞ് കയറി വരുന്നുണ്ട്. നല്ലത്. ഓഹോ, എന്ത് മഞ്ഞ്! താഴെ കൂടി റോഡ് പോകുന്നുണ്ട്, ചാല്. ജീപ്പ് പോകണമായിരിക്കണം ഒരു പക്ഷേ അവിടെ വേറെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ വഴിച്ചാലുകൾ കാണുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ താഴെയും വേറെ വഴിയുണ്ട്. മഞ്ഞായതുകൊണ്ടാണ് ഫോണിന് കുറച്ച് മോഡലാണ്. മഴയ്ക്കുള്ള തുടക്കമായതുകൊണ്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. ചെറിയ ചെറിയ തുള്ളികളൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ കഴിക്കാനിപ്പോൾ പെയ്യുന്നില്ല. നല്ല കാറ്റുള്ളതുകൊണ്ട് ഇത് വേറെ കാര്യം വേർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും നല്ല കാറ്റുണ്ട്. ഇങ്ങനെ അടക്കമുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം വേണ്ടതായിരുന്നു. അതാണ് ഇടുക്കിയുടെ പ്രത്യേകത. തിരക്കായി വരുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിലാണെന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാർ. വളരെ നമ്മൾ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാകും. വീണ്ടും നമ്മൾ ചാർലി മലനിരകൾക്ക് ഇടയിൽ എൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. വീണ്ടും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളം ഇല്ല. ഇതിനകത്ത് വെള്ളമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് വരിക. അപ്പം ഇനി നേരെ നമുക്കങ്ങ് പോയേക്കാം. വേറെ പരിപാടികളൊന്നുമില്ലല്ലോ. ഇത് അമ്മപ്പട്ടി. എന്നാ അത് വഴിയൊക്കെ മോളെ, നിന്റെ പേരെന്തുവാ? വാ, എന്നാ വരുന്നോ? കോട്ടയത്തോട്ട് വാ. കടിക്കുമോ നിൻ്റെ മേ? കണ്ടോ എൻ്റെ പുറകെ വരുന്നു. വെയിലായിട്ടുണ്ട്. മഴക്കാറും വെയിലും കൂടെ ആയതുകൊണ്ടേ
വാ കടന്നു വാ. കാറ്റാടി മരം, എൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല കേട്ടോ, എന്തോ ഒരു മരം അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടികളപ്പോൾ കഴിഞ്ഞു. രാവിലെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു ട്രിപ്പാണ്. പക്ഷേ ബോട്ട് നമുക്ക് നമ്മുടെ സമയത്തിന് മുമ്പേ ബോട്ട് പോയതുകൊണ്ട് നമ്മൾ പ്ലാനൊന്ന് മാറ്റി. അപ്പോൾ നല്ല മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇടുക്കിക്ക് വിടാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഇടുക്കിക്ക് വന്നേക്കാണ്. വന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. ചേട്ടാ ഒരു വീഡിയോ എടുത്തോട്ടെ. ചേട്ടനാണ് ഇവിടുത്തെ നോക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? 2 വാക്ക്. എന്നാ സംസാരിക്കണം? ഇവിടുത്തെ കാര്യങ്ങളും പുള്ളി മലയാളത്തിൽ പറയും. മലയാളത്തിൽ പറയും. ഇല്ല, ഇവിടുത്തെ സൂപ്പർസിലാ. പറഞ്ഞോ. ആദ്യം പേരെങ്ങനെ ചേട്ടാ? എൻ്റെ പേര് സണ്ണി. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണിത്? ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ നല്ല തിരക്കുള്ള ഒരു സമയം. നല്ല വെള്ളം കിടക്കുന്നത് ചാലിക്കുളം. പ്രത്യേകിച്ച് ഇവിടെ വേറെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അല്ലെ പിന്നെ ശിവമലയ്ക്ക് പോകണം, പിടിക്കട്ടാ. അല്ലെ പിന്നെ അരിക്കുഴി പോകണം. താഴെ നമ്മളെ വിഷു വിളിക്കുന്ന അവിടെ പോകണം. ആദ്യം കയറി വരുന്ന അവിടുന്ന് നേരെ വലത്തോട്ട് അവിടെ നല്ല വെള്ളച്ചാട്ടവും. അവിടെ ഒത്തിരി വണ്ടിയുണ്ട്. ഇവിടെ 100 വണ്ടിയെങ്കിലും പോയി കിടപ്പുണ്ട്. നല്ല രസമാണ്. എന്തായാലും ദൂരം ഉണ്ട് ഇവിടുന്ന്? ഇവിടുന്ന് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഇവിടെ കംപ്ലീറ്റ് ഇറങ്ങും. അതിലെ പെരിയാർ വഴി പോവുകയും ചെയ്യും. എവിടുന്ന വരുന്നത്? ഞങ്ങൾ കോട്ടയം ഏറ്റുമാനൂർ. കോട്ടയം. അതിലെ പെരിയാർ വഴി പോകും. അങ്ങനെ പോകാം. അതിലെ ഏലപ്പാറ കൂടി അങ്ങനെ പോകും. അങ്ങനെ പോവാം. ജൂൺ ജൂലൈ വന്നാൽ അടിപൊളിയാണ്. മരമെല്ലാം നല്ല പൂവായിരിക്കും. പൂക്കളും വെള്ളം കവിഞ്ഞ അപ്പുറമായിട്ട് ഒറ്റ റോഡിനകത്ത് വെള്ളവും പോകും. വെള്ളമില്ല. അപ്പൊ ഇനി അടുത്ത മാസത്തേക്ക് എല്ലാം ജൂൺ ജൂലൈ. ഓക്കെ. മഴ കുറവല്ലേ? അന്ന് നല്ല രസമാണ്. ഓക്കെ. കാണാനും പിടിക്കാനും നല്ല. പിന്നെ തിരക്കുണ്ടോ അതോ കുറവാണ് ആൾക്കാർ? നല്ല തിരക്ക്. നല്ലൊരു ഒന്നും കാണാനില്ല. എന്നാലും നമുക്കൊരു നല്ലൊരു സൈലന്റ് ആയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഓക്കെ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. വീണ്ടും വരാം. ഓക്കെ, വരും. നമ്മുടെ യാത്ര അവസാനിച്ചു. ചാർലിക്കുളത്തുനിന്ന് തിരിച്ചു പോകും. പുള്ളി പറഞ്ഞാൽ നമുക്ക് എഴുതി വെച്ചിട്ടേ റിവ്യൂ ഇനി വീഡിയോ കാണുമല്ലോ, നമുക്കതൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ, ഗവൺമെൻറ് LP സ്കൂൾ. അതിൻ്റെ മണ്ടയിൽ ലൗണ്ടർ. സമയം എത്രയായി കാണും?